Human intervention in reproduction, contraceptive methods. Contraceptive methods means birth control methods. ഈ സെഷനിൽ പല രീതിയിലുള്ള ബർത്ത് കൺട്രോൾ മെത്തേഡ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കോൺട്രാസെപ്ഷൻ ഈസ് ദ പ്രിവെൻഷൻ ഓഫ് കൺസെപ്ഷൻ. പ്രഗ്നൻസി പ്രിവെൻറ്റ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് കോൺട്രാസെപ്ഷൻ. ഫെർട്ടിലൈസേഷൻ, ഇംപ്ലാന്റേഷൻ തുടങ്ങിയ പ്രോസസ്സുകൾ ബ്ലോക്ക്ഡ് ആകുന്നത് കൊണ്ട് എംബ്രിയോജെനിസിസ് നടക്കാതെ വരും. അപ്പോൾ അത് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള മെത്തേഡ്സ് കപ്പിൾസ് അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിനെയാണ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ കോമൺ മെത്തേഡ്സ് മാത്രമേ, പ്രിവലൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് മാത്രമേ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സിനെ രണ്ട് കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യാം: നോൺ സർജിക്കൽ മെത്തേഡ്സ് ആൻഡ് സർജിക്കൽ മെത്തേഡ്സ്. നോൺ സർജിക്കൽ മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിനകത്ത് വരുന്നത് നാച്ചുറൽ മെത്തേഡ്സ് ആയിട്ടുള്ള കോയിറ്റസ് ഇൻറ്ററപ്റ്റസ്, ലാക്ടേഷണൽ അമിനോറിയ, ദെൻ സേഫ് പീരിയഡ് മെത്തേഡ്. പിന്നെ ഉള്ളത് യൂസ് ഓഫ് ഫിസിക്കൽ ബാരിയേഴ്സ്, കോണ്ടംസ്, ഡയഫ്രംസ് ഒക്കെ യൂസ് ചെയ്യുക. പിന്നെ ഉള്ളത് യൂസ് ഓഫ് ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ്, IUD, കോപ്പർ ടി പോലെയുള്ള ഡിവൈസുകൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഉള്ളതാണ് കോൺട്രാസെപ്റ്റീവ് പിൽസ്. ദെൻ നെക്സ്റ്റ് മേജർ കാറ്റഗറിയാണ് സർജിക്കൽ മെത്തേഡ്സ്. ഇപ്പോൾ സർജിക്കൽ മെത്തേഡ്സിനകത്ത് രണ്ട് കാറ്റഗറീസ് ആണ് വരുന്നത്, അല്ലെങ്കിൽ രണ്ട് മെത്തേഡ്സ് ആണ് യൂഷ്വലായിട്ട് അഡോപ്റ്റ് ചെയ്യുന്നത്: വാസക്ടമി, ദെൻ ട്യൂബെക്ടമി. വാസ് ഡിഫറൻസ് കട്ട് ചെയ്ത് ലിഗേറ്റ് ചെയ്യുന്നതാണ് വാസക്ടമി. ദെൻ ട്യൂബെക്ടമി എന്ന് പറയുന്നത് ഫലോപ്പിയൻ ട്യൂബ് കട്ട് ചെയ്ത് ലിഗേറ്റ് ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ ഈ മെത്തേഡ്സിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യാം. ആദ്യത്തേതാണ് നോൺ സർജിക്കൽ മെത്തേഡ്സ്. അതിനകത്ത് തന്നെ ഫസ്റ്റ് കാറ്റഗറി നാച്ചുറൽ മെത്തേഡ്സ്. നാച്ചുറൽ മെത്തേഡ്സിനകത്ത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന, അഡോപ്റ്റ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ് കോയിറ്റസ് ഇൻറ്ററപ്റ്റസ്. കോയിറ്റസ് ഇൻറ്ററപ്റ്റസ് എന്ന് പറയുന്നത് ജസ്റ്റ് ബിഫോർ ഇജാക്കുലേഷൻ ദ പെനിസ് ഈസ് റിമൂവ്ഡ് ഫ്രം ദ ഓർ വിത്ഡ്രോൺ ഫ്രം ദ ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് ട്രാക്ട്. ഇപ്പോൾ വജേനയിൽ നിന്ന് ഇജാക്കുലേഷൻ നടക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് പെനിസ് വിത്ഡ്രോ ചെയ്യുന്നു. അതുകൊണ്ട് സെമൻ ഫീമെയിലിൻ്റെ റീപ്രൊഡക്റ്റീവ് ട്രാക്കിലേക്ക് റിലീസ്ഡ് ആകുന്നില്ല. ഇത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇനി അടുത്തതാണ് കലണ്ടർ റിതം മെത്തേഡ്, അല്ലെങ്കിൽ സേഫ് പീരിയഡ് മെത്തേഡ് എന്ന് പറയും. ഐഡിയൽ ആയിട്ട് ഒരു ഫീമെയിലിൻ്റെ റീപ്രൊഡക്റ്റീവ് സൈക്കിൾ, മെൻസ്ട്രുവൽ സൈക്കിൾ എന്ന് പറയുന്നത്, അതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 28 ദിവസമാണ്. 14ാമത്തെ ദിവസത്തിലാണ് ഓവുലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ 10 തൊട്ട് 17 വരെയുള്ള ദിവസങ്ങൾ ഈ കോയിറ്റസ് ഇൻറ്ററപ്റ്റസ് ഫോളോ ചെയ്യുക. സെക്ഷുവൽ കോണ്ടാക്റ്റ് എടുക്കുന്നുണ്ടെങ്കിൽ, സെക്ഷുവൽ കോണ്ടാക്റ്റിൽ ഇൻവോൾവ് ആകുന്നുണ്ടെങ്കിൽ കോയിറ്റസ് ഇൻറ്ററപ്റ്റസ് ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ ആ സമയം സെക്ഷുവൽ കോണ്ടാക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക. അപ്പോൾ കൺസീവ്ഡ് ആകാനുള്ള ചാൻസസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പോൾ ഈ മെത്തേഡിൻ്റെ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഈ 28 ഡേയ്സ് മെൻസ്ട്രുവൽ സൈക്കിൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 28 ഡേയ്സ് മെൻസ്ട്രുവൽ പീരീഡ് എന്ന് പറയുന്നത്, അത് ഐഡിയൽ ആയിട്ടുള്ള ഒരു തിയററ്റിക്കൽ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. ഇൻഡിവിജ്വൽസിന് അതിനനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടാകും. ഓരോരുത്തരുടെയും പീരിയഡ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ പറഞ്ഞ ഐഡിയൽ ആയിട്ടുള്ള 28 ദിവസം ആയിരിക്കില്ല. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഓവുലേഷൻ്റെയൊക്കെ ടൈമിൽ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്താൽ മാത്രമേ ഉള്ളൂ ഈ മെത്തേഡ് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഈ മെത്തേഡിൽ, സേഫ് പീരിയഡ് മെത്തേഡിൽ, ഒന്നെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് സെക്ഷുവൽ കോണ്ടാക്റ്റ് അവോയ്ഡ് ചെയ്യാം, അല്ലെങ്കിൽ കോയിറ്റസ് ഇൻറ്ററപ്റ്റസ് ഫോളോ ചെയ്യാം. ഇനി അടുത്താണ് ലാക്ടേഷണൽ അമിനോറിയ എന്ന് പറയുന്ന മെത്തേഡ്. ലാക്ടേഷണൽ അമിനോറിയ മീൻസ് ഒരു കുട്ടി ഉണ്ടായി കഴിയുമ്പോൾ ആ ഏർലി സ്റ്റേജസിൽ, ആ ലാക്ടേഷണൽ പീരീഡ് എന്ന് പറയുന്നത് മദർ ഫെർട്ടൈൽ അല്ലാത്ത ഒരു പീരീഡാണ്. ആ സമയത്ത് മദറിൽ LH, FSH എന്നീ പറയുന്ന ഓവുലേഷനെ പ്രൊമോട്ട് ചെയ്യുന്ന ഹോർമോൺസിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത് വളരെ സപ്രസ്ഡ് ആയിരിക്കും. ഓവുലേഷൻ നടക്കത്തില്ല. അപ്പോൾ പീരീഡ്സ് അല്ലെങ്കിൽ മെൻസ്ട്രുവൽ സൈക്കിളിൽ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഈ ലാക്ടേഷണൽ പീരീഡിൻ്റെ ഇനീഷ്യലായിട്ടുള്ള സർജ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഉള്ളൂ റീസ്റ്റാർട്ടഡ് ആകത്തുള്ളൂ. അപ്പോൾ ഹെവി ലാക്ടേഷൻ നടക്കുന്ന സമയത്ത്, ഒരു കുട്ടി ഉണ്ടായ ആ ഏർലി സ്റ്റേജസിൽ ഓവുലേഷൻ ഇല്ല. അപ്പോൾ ആ സമയത്ത് സെക്ഷുവൽ കോണ്ടാക്റ്റ് ഉണ്ടായി ഇജാക്കുലേഷൻ നടന്നാൽ പോലും കൺസീവ്ഡ് ആകത്തില്ല. പക്ഷേ ഈ മെത്തേഡിൻ്റെ
ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഇത് ആർക്കും കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ സാധിക്കത്തില്ല. ഏത് സമയത്താണ് ഓവുലേഷൻ റീസ്റ്റാർട്ട് ചെയ്യുന്നത് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഓവുലേഷൻ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ കൺസീവ്ഡ് ആകാനുള്ള സാധ്യത കൂടും. അപ്പോൾ ഇതൊക്കെയാണ് നാച്ചുറൽ മെത്തേഡ്സ്: കോയിറ്റസ് ഇൻറ്ററപ്റ്റസ്, കലണ്ടർ റിതം മെത്തേഡ്, ദെൻ ലാക്ടേഷണൽ അമിനോറിയ. ഇനി അടുത്തതാണ് ഫിസിക്കൽ ബാരിയേഴ്സിൻ്റെ യൂസ്. ഫിസിക്കൽ ബാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ these structures will prevent the union or the meeting of sperm and ovum. മെയിലും ഫീമെയിലും ഗാമേറ്റിൻ്റെ ആ മീറ്റിങ്ങിനെ ഈ ഫിസിക്കൽ ബാരിയേഴ്സ് പ്രിവെൻറ്റ് ചെയ്യും. ഏറ്റവും എക്സ്റ്റെൻസീവായിട്ട് യൂസ് ചെയ്യുന്ന കോമൺ മെത്തേഡ് എന്ന് പറയുന്നത് യൂസ് ഓഫ് കോണ്ടംസ് ആണ്. അപ്പോൾ മെയിൽ കോണ്ടംസ് ആണ് ഏറ്റവും പ്രിവലൻ്റ് ആയിട്ട് ഉള്ളത്. ഫീമെയിൽ കോണ്ടംസ് ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും അതത്ര പോപ്പുലർ അല്ല. അതിൻ്റെ യൂസ് ചെയ്യാൻ അത് ഡിഫിക്കൽട്ടായിട്ടുള്ള ഡിവൈസസ് ആണ്. അപ്പോൾ മെയിൽ കോണ്ടംസ് യൂസ് ചെയ്യുന്നത് കൊണ്ട് കോണ്ടത്തിലേക്കാണ് ഇജാക്കുലേഷൻ സെക്ഷുവൽ കോണ്ടാക്റ്റിൽ നടക്കുന്നത്. അപ്പോൾ ഒരിക്കലും ഫീമെയിലിൻ്റെ റീപ്രഡക്റ്റീവ് ട്രാക്കിലേക്ക് സെമൻ റിലീസ്ഡ് ആകുന്നില്ല. ഇനി വേറൊരു മെത്തേഡാണ് ഡയഫ്രംസിൻ്റെ യൂസ്. ഡയഫ്രംസ് എന്ന് പറയുന്നത് ഫീമെയിൽ റീപ്രഡക്റ്റീവ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫിസിക്കൽ ബാരിയറാണ്. അപ്പോൾ അത് ഫീമെയിലിൻ്റെ സിസ്റ്റത്തിലാണ് ഡയഫ്രം യൂസ് ചെയ്യുന്നത്. പക്ഷേ അത് അത്ര കോമൺ അല്ല. ഏറ്റവും കോമൺ ആയിട്ടുള്ള കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് എല്ലാവരും അഡോപ്റ്റ് ചെയ്യുന്നത് യൂസ് ഓഫ് കോണ്ടംസ് ആണ്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ജസ്റ്റ് കോൺട്രാസെപ്ഷൻ മാത്രമല്ല, പലതരത്തിലുള്ള സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് അതിൻ്റെ ഇൻഫെക്ഷനും ഇതുപോലുള്ള കോണ്ടത്തിൻ്റെ യൂസ് പ്രിവെൻറ്റ് ചെയ്യും. ഇപ്പോൾ HIV പോലെയുള്ള കേസുകൾ പ്രിവെൻറ്റഡ് ആവും. HIV, സിഫിലിസ് പോലെയുള്ള കേസുകളൊക്കെ പ്രിവെൻറ്റഡ് ആവും. ഇനി അടുത്തതാണ് ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ്. അതായത് യൂട്രസിലേക്ക് ഇംപ്ലാന്റ് ചെയ്യുന്ന ഡിവൈസിലെയാണ് ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും കോമൺ ആയിട്ടുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത് കോപ്പർ T എന്ന് പറയുന്ന ഒരു ഡിവൈസാണ്. ഒരു T ഷേപ്ഡ് സ്ട്രക്ചറാണ്. അതിനൊരു ലൂപ്പ് ഉണ്ടായിരിക്കും. ആ T ഷേപ്ഡ് സ്ട്രക്ചറിനകത്ത് കോപ്പർ കോട്ടഡ് ആണ്. അപ്പോൾ ഈ കോപ്പർ IUD ആണ് നിങ്ങളിവിടെ കാണുന്നത്. അപ്പോൾ ഇത് ഹോർമോണൽ IUDയുടെ ഒരു ഷേപ്പാണ്. അപ്പോൾ ഈ ഡിവൈസുകളുടെ പ്രത്യേകത, ഒരു എക്സ്പേർട്ട് ഗൈനക്കോളജിസ്റ്റ് അപ്പോൾ ഒരു പർട്ടിക്കുലർ ഡിവൈസ് ഉപയോഗിച്ചിട്ട് യൂട്രസിലേക്ക് ഈ പർട്ടിക്കുലർ ഡിവൈസിനെ ഇംപ്ലാന്റ് ചെയ്യും. എന്നിട്ട് ഈ ഇംപ്ലാന്റ് അവിടെ വർഷങ്ങളോളം, ഏകദേശം 1 വർഷമൊക്കെ അത് ഇരിക്കാൻ പറ്റും. പിന്നെ ആവശ്യമുള്ളപ്പോൾ ഇത് റിട്രീവ് ചെയ്യേണ്ട സമയമാകുമ്പോഴേക്കിന് ഇത് റിട്രീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ എൻഡിൽ ഒരു സ്ട്രിങ് ഉണ്ടായിരിക്കും. IUD സ്ട്രിങ് എന്ന് പറയുന്ന ഒരു സ്ട്രിങ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് പല തരത്തിലുള്ള മെറ്റീരിയൽസ് കൊണ്ട് ഉണ്ടാക്കാം. സിന്തറ്റിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 2 രീതിയിലുള്ള IUDs ആണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്: ഹോർമോണൽ IUD, ദെൻ കോപ്പർ IUD. ഇതിനകത്ത് തന്നെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് കോപ്പർ IUD ആയിട്ടുള്ള കോപ്പർ T ആണ്. കോപ്പർ T. അപ്പോൾ ഇതിന് കോപ്പർ T എന്ന് പറയാനുള്ള കാരണം, കോപ്പർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കോമ്പോസിഷനാണ് ഈ ഡിവൈസിനുള്ളത്. കോപ്പർ കോട്ടഡ് ആണ് ഈ ഡിവൈസ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് T ഷേപ്ഡ് ആണ്. അപ്പോൾ ഇത് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ യൂട്രസിലേക്ക് ഇംപ്ലാന്റ് ചെയ്യുന്നു. പിന്നീട് ആവശ്യമുള്ളപ്പോൾ അത് റിമൂവ് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ഇങ്ങനെയുള്ള ഡിവൈസുകൾ ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനെയാണ് പ്രിവെൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ യൂട്രസിൽ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ട് നടക്കുന്ന ഡെവലപ്മെൻ്റൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇംപ്ലാന്റേഷനാണ്. ഫീറ്റസ് യൂട്രസിലാണ് ഇംപ്ലാന്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്യുന്നത്. എൻഡോമെട്രിയൽ വോളുമായിട്ട് ബ്ലാസ്റ്റോസിസ്റ്റ് വന്ന് യുണൈറ്റ് ചെയ്ത് അവിടെ ഇംപ്ലാന്റേഷൻ നടക്കുന്നു. ഈ ഇംപ്ലാന്റേഷൻ പ്രോസസ്സിനെ ഇൻട്രാ യൂട്രൈൻ ഡിവൈസസിന് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെത്തേഡാണ് യൂസ് ഓഫ് ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ്. അപ്പോൾ പലപ്പോഴും ഡോക്ടേഴ്സൊക്കെ, ഗൈനക്കോളജിസ്റ്റുകളൊക്കെ പ്രഗ്നൻസിക്ക് ശേഷം ബർത്ത് കൺട്രോൾ മെഷേഴ്സായിട്ട് ഇത് സജസ്റ്റ് ചെയ്യാറുണ്ട്. ദെൻ അടുത്തതാണ് കോൺട്രാസെപ്റ്റീവ് പിൽസിൻ്റെ യൂസ്. ഇതിനെ ഓറൽ കോൺട്രാസെപ്ഷൻ എന്നും പറയാറുണ്ട്. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന കോൺട്രാസെപ്റ്റീവ് പിൽസ് 2 കാറ്റഗറി ആയിട്ടാണ് വരുന്നത്. ഒന്ന് ഓവുലേഷനെ പ്രിവെൻറ്റ് ചെയ്യുന്ന രീതിയിലുള്ള കോൺട്രാസെപ്റ്റീവ് പിൽസ്, മറ്റേത് എമർജൻസി കോൺട്രാസെപ്റ്റീവ് പിൽസ് ആണ്. അതായത് ജസ്റ്റ് ഇജാക്കുലേഷൻ നടന്നിട്ടുണ്ട്, എന്നാൽ ഫർദർ ഡെവലപ്മെൻറ്റിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്പോൾ ഏർലി സ്റ്റേജിൽ തന്നെ ഈ ഇജാക്കുലേഷൻ നടന്ന ആ സെയിം ഡേയിൽ അല്ലെങ്കിൽ ഒരു ഇത്ര മണിക്കൂറിനുള്ളിൽ ഈ പർട്ടിക്കുലർ എമർജൻസി കോൺട്രാസെപ്റ്റീവ് പിൽ എന്ന് പറയുന്ന പില്ല് കഴിച്ചു കഴിഞ്ഞാൽ കൺസെപ്ഷൻ ഒഴിവാകും. അപ്പോൾ ഈ ആദ്യത്തെ കാറ്റഗറി ഓവുലേഷനെ പ്രിവെൻറ്റ് ചെയ്യുന്ന പിൽസ്
എല്ലാ ദിവസവും 21 ദിവസത്തോളം മെൻസ്ട്രൽ സൈക്കിളിൻ്റെ 5th ഡേ തൊട്ട് 21 ദിവസത്തോളം ഈ പർട്ടിക്കുലർ പില്ല് കഴിക്കണം. എന്നാൽ മാത്രമേ ഉള്ളൂ ഓവുലേഷൻ പ്രിവെൻറ്റഡ് ആകത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ മേജറായിട്ടുള്ള കോമ്പോസിഷൻ എന്ന് പറയുന്നത് ഈസ്ട്രോജനും പ്രൊജസ്ട്രോണുമാണ്. ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും FSH അതുപോലെ തന്നെ LH ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, ദെൻ ലൂട്ടിലൈസിങ് ഹോർമോൺ, ഈ 2 ഹോർമോൺസുമാണ് ഓവുലേഷനെ പ്രൊമോട്ട് ചെയ്യുന്നത്. അത് ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും പ്രിവെൻറ്റ് ചെയ്യും. അപ്പോൾ FSHൻ്റെയും LHൻ്റെയും ആക്ഷൻ ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ കോമ്പിനേഷൻ ഉപയോഗിച്ചിട്ട് ഇൻഹിബിറ്റ് ചെയ്യുന്ന ഒരു വർക്കിംഗ് മോഡലാണ് ഓവുലേഷനെ പ്രിവെൻറ്റ് ചെയ്യുന്ന ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസിൻ്റെ ഒരു ആക്ഷൻ എന്ന് പറയുന്നത്. ഇനി എമർജൻസി കോൺട്രാസെപ്റ്റീവ് പിൽസ് അത് ഇജാക്കുലേഷന് ശേഷമാണ് സാധാരണ രീതിയിൽ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. ഇനി അടുത്താണ് സർജിക്കൽ മെത്തേഡ്സ്. അപ്പം നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞായിരുന്നു നോൺ സർജിക്കൽ മെത്തേഡ്സ്, സർജിക്കൽ മെത്തേഡ്സ് എന്നീ 2 കാറ്റഗറീസ് ആയിട്ടാണ് ബ്രോഡായിട്ട് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ സർജിക്കൽ മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ മെത്തേഡാണ് വാസെക്ടമി. ഇപ്പോൾ വാസെക്ടമിക്കകത്ത് ആ പേര് പറയുന്ന പോലെ തന്നെ വാസ് ഡിഫറൻസ് എന്ന് പറയുന്ന ടെസ്റ്റിസിൽ നിന്ന് സ്പേംസിനെ പെനിസിലേക്ക് ക്യാരി ചെയ്യുന്ന ട്യൂബ്സിനെ ഇവിടെ കട്ട് ചെയ്ത് ലിഗേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇതാണ് വാസ് ഡിഫറൻസ്. ഈ വാസ് ഡിഫറൻസിനെ ഈ പർട്ടിക്കുലർ പോയിന്റിൽ വെച്ച് കട്ട് ചെയ്ത് അവിടെ ലിഗേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിനെ ചുരുട്ടി മടക്കി കെട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ടെസ്റ്റിസിൽ നിന്നുണ്ടാകുന്ന സ്പേംസ് ഒരിക്കലും സെമനകത്ത് എത്തത്തില്ല. അതായത് പെനിസിൽ നിന്ന് റിലീസ് ചെയ്യുന്ന സെമനകത്ത് സ്പേംസ് ഉണ്ടാവത്തില്ല. അതാണ് ഈ പർട്ടിക്കുലർ മെത്തേഡിൻ്റെ പ്രിൻസിപ്പിൾ. വാസ് ഡിഫറൻസ് കട്ട് ചെയ്യുന്നു, ലിഗേറ്റ് ചെയ്യുന്നു. ഇനി അടുത്താണ് ട്യൂബെക്ടമി. ട്യൂബെക്ടമി എന്ന് പറയുന്നത് വാസെക്ടമി പോലെ തന്നെയുള്ളൊരു മെത്തേഡ് തന്നെയാണ്. ഇവിടെ കട്ട് ചെയ്ത് ലിഗേറ്റ് ചെയ്യുന്നത് ഫലോപ്പിയൻ ട്യൂബാണ്. ഇപ്പോൾ ഫലോപ്പിയൻ ട്യൂബ് കട്ട് ചെയ്യുന്നു, ലിഗേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ 2 സൈഡിലും ഇത് കട്ട് ചെയ്ത് ലിഗേറ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണമെന്ന് പറയുന്നത് ഇജാക്കുലേഷൻ നടന്നാലും സ്പേം സിം ചെയ്ത് ഒരിക്കലും ഓവം ഉള്ള ആ പർട്ടിക്കുലർ റീജിയണിൽ എത്തത്തില്ല. അപ്പോൾ ഇങ്ങനെ സ്പേമിൻ്റെയും ഓവത്തിൻ്റെയും യൂണിയൻ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. ഫെർട്ടിലൈസേഷനും ദെയർബൈ ഇംപ്ലാന്റേഷനും ഒക്കെ ഫർദർ എംബ്രിയോജെനസിസും ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. വാസെക്ടമിയും ട്യൂബെക്ടമിയും ഒക്കെ ഒന്നിൽ കൂടുതൽ കുട്ടികളൊക്കെ ആയി ഇനി ഫർദർ കുട്ടികൾ വേണ്ട എന്ന് കപ്പിൾസ് ഡിസൈഡ് ചെയ്യുമ്പോഴാണ് ഇതുപോലുള്ള കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സിലേക്ക് പോകുന്നത്. വാസെക്ടമിയും ട്യൂബെക്ടമിയും റിവേഴ്സിബിൾ ആണെന്നാണ് തിയറട്ടിക്കലായിട്ട് പറയുന്നത്. പക്ഷേ പ്രാക്ടിക്കലായിട്ട് അതിന് പലതരത്തിലുള്ള പ്രശ്നങ്ങളും കോംപ്ലിക്കേഷൻസും ഉണ്ടായിട്ടുണ്ട്. അതായത് ഇത് റീജോയിൻ ചെയ്ത് വെച്ചാൽ പോലും പിന്നീട് കൺസെപ്ഷൻ നടക്കാത്ത അവസ്ഥകൾ, സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ ഇതൊരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു കോൺട്രാസെപ്ഷൻ മെത്തേഡായിട്ടാണ് കപ്പിൾസ് അഡോപ്റ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഡോക്ടേഴ്സ് അങ്ങനെയാണ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. ഇപ്പോൾ പ്രസവത്തിന് ശേഷം സാധാരണ രീതിയിൽ ഈ ട്യൂബെക്ടമി ഒരു കോൺട്രാസെപ്റ്റീവ് മെത്തേഡായിട്ട് 2-3 കുട്ടികളൊക്കെ ഉണ്ടായതിനു ശേഷം ഡോക്ടേഴ്സ് ചിലപ്പോൾ സജസ്റ്റ് ചെയ്യാറുണ്ട് ട്യൂബെക്ടമി. ഇപ്പോൾ കോമൺ ആയിട്ട് വാസെക്ടമിയേക്കാളും കൂടുതൽ ട്യൂബെക്ടമിയാണ് ചെയ്ത് കാണുന്നത്. അപ്പോൾ അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഈ പ്രഗ്നൻസി അതുപോലെ തന്നെ ഡെലിവറി എല്ലാം ഫീമെയിൽ സൈഡിൽ നിന്നാണ് നടക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഉറപ്പായിട്ടും അവർക്കൊരു ഹോസ്പിറ്റലൈസേഷൻ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ മെഡിക്കൽ ഗൈഡൻസ് ഉള്ളത് കൊണ്ട് അവരോട് ഇത് ചെയ്യാൻ സജസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെയാണ് കോമൺ ആയിട്ടുള്ള കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ്.